Hi and welcome to the new video. In this video, I'll be discussing about uniformly loaded distributor fed at both ends. Okay. ഇപ്പോൾ ഡി സി ഡിസ്ട്രിബ്യൂഷൻ കാൽക്കുലേഷൻസിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡബ്ല്യു ഫെഡ് ഡിസ്ട്രിബ്യൂട്ടർ തന്നെ വിത്ത് കോൺസെൻട്രേറ്റഡ് ലോഡിംഗ് ആണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് യൂണിഫോംലി ലോഡഡ് ആണ്. യൂണിഫോം ലോഡിംഗ് ആണ്. ഇപ്പോൾ യൂണിഫോം ലോഡിംഗ് സിംഗ്ലി ഫെഡിന്റെ പോലെ തന്നെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എക്സ് ഡിസ്റ്റൻസിലെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക അതിന്റെ ബേസിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് സെയിം വോൾട്ടേജ്, രണ്ട് സൈഡിലും സെയിം വോൾട്ടേജ്, ഈക്വൽ വോൾട്ടേജസും വരാം, അതേപോലെ അൺഈക്വൽ വോൾട്ടേജസും വരാം. ഈക്വൽ വോൾട്ടേജസ് വരുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അൺഈക്വൽ വോൾട്ടേജസ് വരുമ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. ഈക്വൽ വോൾട്ടേജസ് ആണെങ്കിൽ നമുക്ക് എവിടെയാണെന്നുള്ളത് മിഡിലായിട്ടാണ് വരിക എന്നുള്ളത് ഊഹിക്കാം. മറ്റേ കേസിൽ നമുക്ക് എവിടെയാണ് ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതിന് വേറൊരു എക്സിനൊരു ഏതാണ് ലൊക്കേഷൻ എന്നതിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടി വരും. അതാണ് ഡിഫറൻസ് വരുന്നത്. നമുക്ക് ആദ്യത്തെ കേസിലേക്ക് വരാം. ഡിസ്ട്രിബ്യൂട്ടർ ഫെഡ് അറ്റ് ബോത്ത് എൻഡ്സ് വിത്ത് ഈക്വൽ വോൾട്ടേജസ്. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. വിത്ത് ലെങ്ത് സ്മോൾ ലെറ്റർ എൽ ആണ് ലെങ്ത്. അതിന്റെ റെസിസ്റ്റൻസ് ആർ ഓം പെർ മീറ്റർ എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നു. ആർ ഓം പെർ മീറ്റർ എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നു, സ്മോൾ ലെറ്റർ ആർ. ദെൻ പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഐ ആംബിയർ പെർ മീറ്റർ ആണ്. ലോഡിംഗ് ഐ ആംബിയർ പെർ മീറ്റർ ആണ്. സോ ടോട്ടൽ ലെങ്ത് എൽ ആകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്താ വരാൻ പോകുന്നത്? ടോട്ടൽ കറണ്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ പെർ മീറ്റർ ആണ്. സോ ഐ ഇൻറ്റു ടോട്ടൽ ലെങ്ത് ഐ എൽ ഇതാണ് വരിക. ഈ രണ്ട് സൈഡിലും നമ്മൾ ഫീഡ് ചെയ്യുന്നത് എന്താ? സെയിം വോൾട്ടേജുകൾ വെച്ചിട്ടാണ്. ഇവിടെയും വി തന്നെയാണ്. ലെഫ്റ്റ് സൈഡിലായാലും ബി പോയിന്റിലായാലും എ പോയിന്റിലായാലും വി ആർ ഫീഡിങ് അറ്റ് വി. രണ്ട് സൈഡിലെയും വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് തന്നെ രണ്ടാളുടെയും കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇതിന്റെ പകുതി ആയിരിക്കും. സോ ഇത് ഐ എൽ ആണെങ്കിൽ ഐ എൽ ബൈ ടു. സോ അതിനോട് എഴുതിയിട്ടുള്ള കറണ്ട് സപ്ലൈഡ് ഫ്രം ഈച്ച് ഫീഡിംഗ് പോയിന്റ് വിൽ ബി ഐ എൽ ബൈ ടു. ഓക്കെ, ഇനി നമ്മൾ മുന്നത്തെ പോലെ തന്നെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് ഇവിടെ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിന് അറൌണ്ട് അടുത്തായിട്ട് ഒരു ചെറിയൊരു സെക്ഷൻ ഡി എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ ഇനി അതിന്റെ ബേസിൽ പറയാൻ മാത്രമേ ഉള്ളൂ. സോ നൗ കൺസിഡർ സ്മോൾ ലെങ്ത് ഡി എക്സ് നിയർ പോയിന്റ് സി വിച്ച് ഈസ് അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ, ഫീഡിംഗ് പോയിന്റ് എ, ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ആറാണ് പെർ മീറ്റർ. ഇപ്പോൾ ഡി എക്സ് ആണ് ലെങ്ത് എങ്കിൽ ആർ ഇൻറ്റു ഡി എക്സ് വരും. ആൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഓവർ ഡി എക്സ് എന്ത് വരും? വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം. മൊത്തം അതുവരെയുള്ള കറണ്ട് എന്താ? മൊത്തം അതുവരെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഐ ആണ് പെർ മീറ്റർ. സോ ഐ ഇൻറ്റു എന്തെന്ന് വരും? മൊത്തം ഈ ഒരു സെക്ഷൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ബൈ ടു ആണല്ലോ. ഐ എൽ ബൈ ടു ആണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫീഡ് ചെയ്യുന്നത്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അത് വരല എൻ്റെ ഐ എക്സ് കുറയ്ക്കണം. അപ്പം ഇതാണ് നമുക്ക് വരിക. ദിസ് വിൽ ബി ഈക്വൽ ടു ഐ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയാണ് ഇവിടെ എന്തെന്ന് എഴുതിയിട്ടുള്ളത്? ഐ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് ഇൻറ്റു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആർ ഇൻറ്റു എക്സ്. ഇപ്പോൾ ഒന്ന് വൃത്തിക്ക് എഴുതിയാൽ ഐ ആർ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് വരും. അപ്പം നമുക്ക് ഇതുവരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കിട്ടേണ്ടത്. സി എന്നുള്ള പോയിന്റ് വരെയുള്ള അപ് ടു സി വരെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സിന്റെ മിനിമം തൊട്ടിട്ട് ഇതുവരെയുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റിൽ എന്ന് പറഞ്ഞാൽ എക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സീറോ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ എക്സ്. അപ്പോൾ ഇന്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to x ഡി വി അതാണ് ചെയ്യേണ്ടത്. ഇവിടെ ശരിക്ക് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to x ഡി വി ആണ്. അപ്പോൾ അതിൽ ഡി വിക്ക് വരാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആർ എൽ ഇൻറ്റു എൽ ബൈ ടു മൈനസ് എക്സ് ഡി എക്സ്. ഇന്റഗ്രേറ്റ് ചെയ്യാണ്, കോൺസ്റ്റന്റുകളാണ് അതിനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ എഴുതുന്നത് വരും എൽ എക്സ് ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു. ലിമിറ്റ് 0 to x ആയതുകൊണ്ട് സെയിം എൽ എക്സ് ബൈ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു എന്ന് കിട്ടും. അപ്പോൾ അതിങ്ങനെ കിട്ടി. അപ്പോൾ അത് നമ്മളിങ്ങനെ എഴുതി. ഇതാണ് നമ്മളുടെ വോൾട്ടേജ് ഡ്രോപ്പ് അപ് ടു പോയിന്റ് സി. ഇപ്പോൾ ഒരു ജനറൽ എക്സ്പ്രഷൻ ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വി എക്സ് എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ വി എക്സ് എന്ന് പറയുന്നത്. ഏതൊരു പോയിന്റിലേക്കുള്ള ഏതൊരു ഡിസ്റ്റൻസിലേക്ക് അപ്പോൾ ഇതിന്റെ ബേസിൽ കാണാം. ഇതേ കാര്യം തന്നെ നമ്മൾ സിംഗ്ലിഫൈഡിന്റെ കേസിലും ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇക്വേഷൻ ഇതിന്റെ ഒപ്പം തന്നെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമാണ്. സോ സിംഗ്ലിഫൈഡിന്റെ കേസിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? വി എക്സ് ഈക്വൽ ടു ഇതേപോലെ തന്നെയാണ് ഐ ആർ ഇൻറ്റു ബൈ ടു ഇല്ല എന്ന് മാത്രം. ഉള്ളിൽ എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു ആയിരുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പുറത്താണ് ബൈ ടു, ഉള്ളിൽ ബൈ ടു ഇല്ല. മറ്റേ ഉള്ളിൽ എക്സ് സ്ക്വയർ ബൈ ടു എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് തമ്മിലെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പം പിന്നെ നമുക്കിവിടെ അറിയാം രണ്ട് സൈഡിലും സെയിം വോൾട്ടേജ് ആണ്. മിനിമം ലോഡിങ് സോറി മിനിമം വോൾട്ടേജ് അല്ലെങ്കിൽ മാക്സിമം ഡ്രോപ്പ് വരാൻ പോകുന്നതിൻ്റെ മിഡിലായിട്ടാണ് വരിക. മിഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? എൽ ബൈ ടുലാണ്. അപ്പോൾ മിനിമം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാക്സിമം ഡ്രോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൽ എൽ ബൈ ടു ഇട്ട് കൊടുത്താൽ മതി എക്സിന്. സോ ഒബ്വിയസ്ലി ദ പോയിന്റ് ഓഫ് മിനിമം പൊട്ടൻഷ്യൽ വിൽ ബി അറ്റ് ദ മിഡ് പോയിന്റ്. Therefore, maximum voltage drop will occur at the midpoint, that is when
x equal to L by 2. So putting x equal to L by 2 in the expression, we will get it as 1 by 8 IR L square. 1 by 8 IR L square എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുക. സെയിം കാര്യം നമുക്ക് ഏതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു? സിംഗ്ലിഫൈഡിന്റെ കേസിലായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1 by 2 എന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും ഇതേപോലെ തന്നെ IR L square എന്നാണ് കിട്ടിയത്. അതിനെ എന്നിട്ട് നമ്മളവിടെ മാറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു 1 by 2 ഇൻറ്റു ക്യാപിറ്റൽ I ഇൻറ്റു ക്യാപിറ്റൽ R. ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ I ഇൻറ്റു എല്ലും ടോട്ടൽ കറണ്ടും, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ R ഇൻറ്റു എൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടറും. അതേ രീതിയിൽ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ എന്താ മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 1 by 8 ഇൻറ്റു IR. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻസ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഫെഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ടർ ഫ്രം ബോത്ത് എൻഡ്സ്, ആൻഡ് RL ക്യാപിറ്റൽ R ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പോൾ മിനിമം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡ്രോപ്പ് കുറച്ചാൽ മതി. അപ്പോൾ വിയിൽ നിന്ന് 1 by 8 IR കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്യാപിറ്റൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ലെങ്ത് കറണ്ട് ഇൻറ്റു, അതായത് സ്മോൾ I ഇൻറ്റു ടോട്ടൽ ലെങ്ത്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ R ഇൻറ്റു ടോട്ടൽ ലെങ്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ക്യാപിറ്റൽ Iയും Rഉം കണ്ടുപിടിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഏത് കേസ്? രണ്ട് സൈഡും സെയിം വോൾട്ടേജ് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഈ ഇക്വേഷൻ IR by 2 ഇൻറ്റു LX മൈനസ് എക്സ് സ്ക്വയർ, പിന്നെ മാക്സിമം ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. ഇത് ഓർത്ത് വെച്ചോളുക. അപ്പോൾ അടുത്ത കേസിലേക്ക് വരുമ്പോൾ രണ്ട് സൈഡും രണ്ട് വോൾട്ടേജ് ആകുമ്പോൾ നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. സോ കൺസിഡർ ഡിസ്ട്രിബ്യൂട്ടർ AB ഓഫ് ലെങ്ത് L. ടോട്ടൽ ലെങ്ത് L ആണ്. അതവിടെ കാണിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓഫ് ലെങ്ത് L. ഓക്കെ, സോ ടോട്ടൽ ലെങ്ത് L ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഹാവിങ് സെയിം തന്നെ R ohms പെർ മീറ്റർ റൺ ആൻഡ് വിത്ത് യൂണിഫോം ലോഡിംഗ് ഓഫ് I ആംപിയർ പെർ മീറ്റർ. അതൊക്കെ സെയിം തന്നെ R ohm പെർ മീറ്റർ ആണ്. അതേപോലെ I ആംപിയേഴ്സ് പെർ meter run as shown in the figure, and let the distributor be fed from feeding points A and B at voltages say VA and VB. ഓക്കെ, മറ്റോടത്ത് രണ്ടും നമ്മൾ V എടുത്താറുന്നതിന് പകരം ഇവിടെ ഇറ്റ് ഈസ് VA and VB. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇനി നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് മിനിമം പോയിന്റ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന പോയിന്റ് C എന്നുള്ള ഒരു പോയിന്റ് ആയിട്ട് അസ്യൂം ചെയ്യുക, വിച്ച് ഈസ് അറ്റ് ഡിസ്റ്റൻസ് X ഫ്രം A. എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് സി എന്ന് പറയുന്ന പോയിന്റ് നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ എയിൽ നിന്ന് എക്സ് ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ബി നോക്കുകയാണെങ്കിൽ എന്താ L മൈനസ് എക്സ് ആണല്ലോ, കാരണം ടോട്ടൽ L ആണ്. സോ L നിന്ന് എക്സ് പോയാൽ L മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ബിയിൽ നിന്ന് L മൈനസ് എക്സ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് സി. അപ്പോൾ അവിടെയാണ് മിനിമം പൊട്ടൻഷ്യൽ വരാൻ പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിലത്തെ വോൾട്ടേജ് കിട്ടും. എവിടുത്തെ സി എന്നുള്ള പോയിന്റിലത്തെ വോൾട്ടേജ് VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VC നമുക്ക് രണ്ട് തരത്തിൽ കാണാം. എങ്ങനെയൊക്കെ കാണാം? ഒന്നെങ്കിൽ VA മൈനസ് ടോട്ടൽ ഡ്രോപ്പ്, ഇത്രയും ഡിസ്റ്റൻസ് ഡ്രോപ്പ് കുറയ്ക്കുക, അതാണ് ഒരു വഴി. ഇനി രണ്ടാമത്തെ വഴി എന്താ? VB മൈനസ് ഇത്രയും ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാലും VC കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലും VC കണ്ടുപിടിച്ച് പൊട്ടൻഷ്യൽ ആയിട്ട് VC കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഈക്വേറ്റ് ചെയ്യുക. അത് ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ തരത്തിൽ VC എഴുതിയാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് എഴുതിയാലും റൈറ്റ് സൈഡിൽ നിന്ന് എഴുതിയാലും ഒക്കെ എന്ത് വരും? X എന്ന് പറഞ്ഞിട്ടുള്ള ടേം വരും. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? X കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എക്സിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം. ആ നേരത്തെ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ഡിറൈവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഫിഗറിന്റെ ബേസിൽ തന്നെയാണ് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ AC എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്താ വരിക? നമുക്ക് ഈ ഒരു സെക്ഷനിലെ വോൾട്ടേജ് ഡ്രോപ്പ് IR x²/2 ആണ് വരിക, അല്ലേ? IR x²/2 ആണ് ഇവിടുത്തെ ഡ്രോപ്പ് വരാൻ പോകുന്നത്. IR x²/2. ഇപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഇതുപോലെ തന്നെയാണ് എന്താ ഹാഫ് ക്യാപിറ്റൽ IR എന്ന് സിംഗ്ലിഫൈഡ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ഹാഫ് ഇൻറ്റു IR x². അവിടെ IR L² നമ്മൾ എഴുതുന്നതിന് എക്സിന് വരും, ഇവിടെ എല്ലിന് വരും, ഇവിടെ എക്സ് ആണെന്നുള്ള രീതിയിൽ നമുക്കിത് ഹാഫ് IR x² എന്ന് എഴുതാം. അതേപോലെ ഇപ്പുറത്തെ സൈഡിലത്തേക്ക് നമുക്ക് എഴുതാം. വോൾട്ടേജ് ഡ്രോപ്പ് BC എഴുതുമ്പോൾ എക്സിന് പകരം എന്തെന്ന് എഴുതും? L മൈനസ് എക്സ് എന്ന് എഴുതേണ്ടി വരും. ഇപ്പോൾ ഹാഫ് IR L മൈനസ് x² എന്നുള്ള രീതിയിലും എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ BC ഹാഫ് IR L മൈനസ് x². ഈ സംഭവം ഓർമ്മ ഉണ്ട് വിചാരിക്കും. നമ്മൾ സിംഗ്ലിഫൈഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ അതിനെ അസ്യൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മളിപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പിൽ രണ്ട് സൈഡിൽ നിന്ന് എഴുതുക. സോ വോൾട്ടേജ് അറ്റ് പോയിന്റ് C VC ഈക്വൽ ടു എന്താ? VA മൈനസ് ഡ്രോപ്പ് ഓവർ AC. അങ്ങനെയും എഴുതാം. VB മൈനസ് ഡ്രോപ്പ് ഓവർ ഇതും എഴുതാം. അപ്പോൾ VA മൈനസ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി. കറണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡ്രോപ്പ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഡ്രോപ്പ് കുറയ്ക്കുക. VA മൈനസ് IR x²/2.
അതേപോലെ വി സി എന്ന് പറയുന്നത് ഇപ്പുറത്തും കാണാം, വി ബി മൈനസ് ഡ്രോപ്പ് ഓവർ ബി സി IR ഇൻറ്റു L മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ബൈ 2. ഈ രണ്ട് വോൾട്ടേജും വി സി ആണ്, ഇത് രണ്ടും എന്താവണം, സെയിം ആവണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനെയും ഇക്വേറ്റ് ചെയ്യുക. സോ രണ്ടും ഇക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിനുള്ള എക്സ്പ്രഷൻ കിട്ടും. എക്സ് വിൽ ബി ഈക്വൽ ടു വി എ മൈനസ് വി ബി ഡിവൈഡ് ബൈ IRL പ്ലസ് L/2. സോ ഈ ഒരു ലൊക്കേഷനിലാണ് എന്ത് കിട്ടാൻ പോകുന്നത്, നമുക്ക് മിനിമം വോൾട്ടേജ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ ക്വാണ്ടിറ്റീസും അറിയാം എന്നുള്ള ബേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ മിനിമം പോയിന്റ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏതിലെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി സിയുടെ വാല്യൂ കിട്ടും. ഒന്നെങ്കിൽ ഈ എക്സ്പ്രഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനിൽ കൊടുക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, ഇതിപ്പോൾ അൺഈക്വൽ വോൾട്ടേജസ് ആയപ്പോഴാണ്. ഇപ്പോൾ ഈക്വൽ ആണ് വോൾട്ടേജസ് എങ്കിൽ നമുക്ക് അറിയാം മിഡ് പോയിന്റിലാണ് എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നോക്കി നോക്കുക, വി ഇട്ട് കൊടുത്ത് എന്താവും, ഈ ടേം 0 ആയി പോകും, ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, L/2, എക്സ് എന്ന് പറഞ്ഞാൽ L/2. അപ്പോൾ അതും കറക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഇത് മനസ്സിലാക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടത് എക്സ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഡിവൈഡ് ബൈ IRL പ്ലസ് L/2 എന്നുള്ള ലൊക്കേഷനിലാണ് ഇത് നടക്കാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്പ്രഷൻ കൂടി ഉപയോഗിക്കേണ്ടി വരും. കാരണം വി സി എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ടി വരും. മിനിമം വോൾട്ടേജ് ആവും നമ്മളോട് അധികം കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ മിനിമം വോൾട്ടേജ് കാണാൻ നമുക്ക് ഏത് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. വി എ മൈനസ് IR എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ നമുക്കവിടെ യൂസ് ചെയ്യും കൂടിയും ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. A two-wire DC distributor cable 1000 meters long is loaded with 0.5 ampere per meter. Resistance of each conductor is 0.05 ohm per kilometer. Calculate the maximum voltage drop if the distributor is fed from both ends with equal voltages of 220 volt. What is the minimum voltage and where it occurs? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, തന്നിട്ടുള്ള ഡാറ്റ എഴുതി വയ്ക്കുക, എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് 2 വയർ ഡിസ്ട്രിബ്യൂട്ടർ ആണ്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് എഴുതി വയ്ക്കാം, എത്ര, 1000 മീറ്റേഴ്സ്. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചു. ഐ തന്നിട്ടുണ്ട്, സ്മോൾ ലെറ്റർ I 0.5 ആംപിയേഴ്സ് ആണ്, 0.5 ആംപിയർ പെർ മീറ്റർ ആണ്, അതും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് കാണണം, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയ്യണം, 2 × 0.05 പെർ കിലോമീറ്റർ ആണ്. അപ്പോൾ എന്ത് വരും, ഡിവൈഡഡ് ബൈ 1000 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10⁻⁻⁴ ഓം പെർ മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി നമുക്ക് വി തന്നിട്ടുണ്ട്, രണ്ട് എൻഡിലത്തെയും വി എത്ര, 220 വോൾട്ട് ആണ്. അപ്പോൾ രണ്ട് എൻഡിലും സെയിം വോൾട്ടേജ് ആണ്. അപ്പോൾ സുഖമാണ്. ഇപ്പോൾ എവിടെയാണ് വരാൻ പോകുന്നത്, മിഡ് പോയിന്റിലാണ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മിനിമം വോൾട്ടേജ് ആൻഡ് വേർ ഇറ്റ് ഒക്കേഴ്സ്. അപ്പോൾ വേർ എന്നുള്ളതിന് ഉത്തരം നമുക്ക് ആദ്യം തന്നെ എഴുതാം. മിനിമം വോൾട്ടേജ് occurs at 500 meters, അല്ലേ? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 500 meters ഫ്രം ഫീഡിംഗ് പോയിന്റ്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. സോ 500 meter ഫ്രം ഫീഡിംഗ് പോയിന്റിലാണ് എന്ത് കിട്ടാൻ പോകുന്നത്, നമുക്ക് മിനിമം വോൾട്ടേജ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് അവിടെ കെടുക്കട്ടെ. പിന്നെ ഇവിടെ നമുക്ക് ഇനി വേണ്ടത് എന്താ, മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ മിനിമം വോൾട്ടേജ് ആണ് കാണാൻ പറ്റുന്നത്. നമുക്ക് മിനിമം വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ എഴുതിയാൽ ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണമെങ്കിൽ എന്ത് എഴുതാം, ക്യാപിറ്റൽ I എഴുതാം, അതേപോലെ ക്യാപിറ്റൽ R എഴുതാം. ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ എന്താ, I × L ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ R × L ആണ്. ഐയും നമുക്കറിയാം, എല്ലും അറിയാം, ആറും അറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0.5 × എന്ത് വരും, 1000 വരും. താഴത്തെ എന്ത് വരും, 10⁻⁻⁴ × 1000 വരും. ക്യാപിറ്റൽ I നമുക്ക് എത്ര കിട്ടും, 500 ആംപിയേഴ്സും കിട്ടും. ക്യാപിറ്റൽ R നമുക്ക് 0.1 ഓമും കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ദെർഫോർ മിനിമം വോൾട്ടേജ് ഓൾറെഡി നമ്മൾ മേലെ എക്സ്പ്രഷൻ എഴുതിയിട്ടുള്ളതാണ്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. മിനിമം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്താ, V മൈനസ് 1/8 × IR. അതല്ല അവിടെ എക്സ്പ്രഷൻ ആണ്, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. സോ 220 മൈനസ് 1/8 × 500 × 0.1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 213.75 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, എത്ര ആയാലും ചെയ്യാനുള്ളൂ, വളരെ സിമ്പിൾ ആയിരുന്നു, സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ വരുന്നുള്ളൂ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. 2-wire DC distributor AB 500 meters long is fed from both ends, is uniformly loaded at the rate of 1 ampere per meter. Feeding point A, the voltage is maintained at 255 and at B 250 volt. If the resistance of each conductor is 0.1 ohm per kilometer, determine minimum voltage and the point where it occurs, the current supplied ഫ്രം ഫീഡിംഗ് പോയിന്റ് എ ആൻഡ് ബി. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, മിനിമം വോൾട്ടേജും അതിൻ്റെ പോയിന്റും. അതിപ്പോൾ ഡിഫറെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അത് നമുക്കിവിടെ വരയ്ക്കാം. ഈ കേസിൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ. ഇപ്പോൾ ഇത് രണ്ട് പോയിന്റിലും ഫീഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് രണ്ട് പോയിന്റിൽ നമ്മൾ എന്ത് കാണിക്കുക, ഫീഡിങ് കാണിക്കുക. ഇവിടെയും ഫീഡ് ചെയ്യുന്നുണ്ട്, ബിയിലും ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഡിസ്ട്രിബ്യൂട്ടർ. ഇനി അവിടുത്തെ വോൾട്ടേജസ് തന്നിട്ടുണ്ട് എത്രയാ, 2A-ൽ 255 വോൾട്ട് അവർ ഉണ്ട്, ബിയിൽ 250 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് മൊത്തം ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാ, 500 മീറ്റേഴ്സ് ആണ് വേണമെങ്കിൽ കാണിക്കാം. സോ 500 മീറ്റേഴ്സ് ആണ് ടോട്ടൽ ലെങ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ചെയ്യാനൊന്നുമില്ല, നേരത്തെ നമ്മൾ സാധാരണ ചെയ്യുന്ന കൂടെ എന്താ ഒരു എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ സി എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എടുക്കുന്നത് വിചാരിക്കുക. സി എന്നുള്ള പോയിന്റിലാണ് മിനിമം വരുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അത്ര തന്നെ അവിടെ വരുന്നുള്ളൂ. വേറെ അഡീഷണൽ ആയിട്ട് ഇതിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ബാക്കി തന്നിട്ടുള്ള ഡാറ്റ നമുക്കിവിടെ എഴുതി വയ്ക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ലെങ്ത് തന്നിട്ടുണ്ട് L = 500 മീറ്റർ തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട് 1 ആംപിയർ പെർ മീറ്റർ തന്നിട്ടുണ്ട്. ഇനി VA VB ഓൾറെഡി തന്നിട്ടുള്ളതാണ്, അത് എഴുതണമെങ്കിൽ എഴുതാം. VA = 255 വോൾട്ട്, VB = 250 വോൾട്ട്. റെസിസ്റ്റൻസ് എഴുതണം, പെർ കണ്ടക്ടർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 2 × 0.1 പെർ കിലോമീറ്റർ ആണ് ബൈ 1000 വരും, ഈക്വൽ ടു എന്ത് വരും, 2 × 10⁻⁻4 ഓം പെർ മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിനിമം വോൾട്ടേജും അതിൻ്റെ പോയിന്റ് ആണ്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എഴുതുക, എന്താ, മിനിമം വോൾട്ടേജ് ഒക്കേഴ്സ് അറ്റ് a point C distant എഴുതുക, എന്നിട്ട് തന്നെ ചെയ്യുക, x meters from A, ഫീഡിംഗ് പോയിന്റ് A, and x is given by എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് എഴുതണം. x is given by എന്തായിരുന്നു എക്സിന്റെ എക്സ്പ്രഷൻ, x is equal to VA minus VB divided by I into R into L plus L/2. L/2 ഇടാൻ മറക്കരുത്, IRL by L/2. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് സംഭവങ്ങൾ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, 255 minus 250 ഡിവൈഡഡ് ബൈ ഐൻ്റെ വാല്യൂം ആറിൻ്റെ വാല്യൂം എല്ലിൻ്റെ വാല്യൂ എഴുതാം, I into 2 × 10⁻⁻4 ഇൻറ്റു എത്രയാ 500 പ്ലസ് എത്രയാ 500/2 ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് കിട്ടുക 300 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 300 മീറ്ററിലാണ് എന്ത് സംഭവിക്കുന്നത്, മാക്സിമം വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മിനിമം വോൾട്ടേജ് കിട്ടുന്ന പോയിന്റ് 300 ആണ്. ഓക്കെ, അപ്പോൾ ദെർഫോർ മിനിമം വോൾട്ടേജ് നമുക്ക് വേണം. അപ്പോൾ ദെർഫോർ മിനിമം വോൾട്ടേജ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എക്സ്പ്രഷൻ നമ്മൾ ഓർത്ത് വെക്കണം. എയിൽ നിന്ന് എങ്ങാനും ഉള്ളത്, ഇതിപ്പോൾ നമ്മൾ VC എന്ന് വേണമെങ്കിൽ പേര് വിളിക്കാം. VC = അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു VA മൈനസ് എന്തായിരുന്നു, എളുപ്പമാണ്, IR x²/2 എന്നുള്ള രീതിയിൽ. ഇതിൻ്റെ ഡ്രോപ്പ് IR x²/2 ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയുടെ വാല്യൂ നമുക്കറിയാം എത്രയാ, 255 മൈനസ് ഐയുടെ വാല്യൂ 1 ഇൻറ്റു ഇതെന്താ 2 × 10⁻⁻4 ഇൻറ്റു x², 300 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 246 വോൾട്ട് എന്ന് പറഞ്ഞിട്ട്. ഇതാണ്
ക്വസ്റ്റിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കറണ്ട് സപ്ലൈഡ് ഫ്രം ഫീഡിംഗ് പോയിന്റ്സ് എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും കൊടുക്കുന്ന കറണ്ടുകളാണ്. അത് വളരെ സിമ്പിളാണ്. കാരണം നമുക്കറിയാം എയിൽ നിന്ന് ഇത് ഡിസ്റ്റൻസ് എക്സ് ആണ്, ഇപ്പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? എൽ മൈനസ് എക്സ് ആയിരിക്കും. ഇപ്പോൾ എക്സ് എന്താ, എൽ മൈനസ് എക്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തായി നമ്മുടെ ആൻസർ ആയി. എക്സ് ഓൾറെഡി കണ്ടുപിടിച്ചു, 300 ആണ്. ഇത് എക്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. എത്രയാണ്? 300 മീറ്റർ ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്തായിരിക്കും? 500 എന്ന് കുറച്ച് കഴിഞ്ഞാൽ 200 മീറ്റർ ആണ് അല്ലേ? ഇനി ഇത് കറണ്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇൻറ്റു ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ കറണ്ട് സപ്ലൈഡ് ഫ്രം, സോ കറണ്ട് സപ്ലൈഡ് ഫ്രം ഫീഡിംഗ് പോയിന്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് അല്ലേ? അത്രയും ഡിസ്റ്റൻസിൽ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ കറണ്ട് സപ്ലൈഡ് ഫ്രം ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഐ ഇൻറ്റു എൽ മൈനസ് എക്സ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് വരും? ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 300 വരും, മറ്റേത് 1 ഇൻറ്റു 200 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 300 ആംപിയേഴ്സ് ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 200 ആംപിയേഴ്സ്. വളരെ സിമ്പിളായിട്ട് കാര്യം കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 800 meters two-wire DC distributor AB fed from both ends is uniformly loaded at a rate of 1.25 ampere per meter run. Calculate the voltage at the feeding points A and B if the minimum potential of 220 volt occurs at point C at a distance 450 meters from end A. Resistance of each conductor is 0.05 ohm per kilometer. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിൽ വി എയും വി ബിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് തന്നിട്ടുണ്ട് ഒരു പോയിന്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താ പൊട്ടൻഷ്യൽ ഓഫ് മിനിമം വോൾട്ടേജും തന്നിട്ടുണ്ട്. വി എ മൈനസ് നേരത്തെ എഴുതിയിട്ടുള്ള IRL(x²/2) തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ തന്നിട്ട് 450 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ എന്ത് വരാൻ പോകുന്നത്? ഡയഗ്രാം വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബേസിസിൽ ഈ ഒരു തന്നിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളോട് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത്? വി എയും വി ബിയും നമ്മളിവിടെ കാണണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിലത്തെ വി എ എന്താണ്, വി ബി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതാം. എൽ ഈക്വൽ ടു തന്നിട്ടുണ്ട് എത്രയാ? 800 meters. ദെൻ ഐ തന്നിട്ടുണ്ട് 1.25 ആംപിയർ പെർ മീറ്റർ. പിന്നെ നമ്മളുടെ മാക്സിമം ഡ്രോപ്പ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ എക്സ് തന്നിട്ടുണ്ട് എന്താ? 450 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതേപോലെ 6 എന്ത് വരും കൂടെ? പെർ കണ്ടക്ടർ ആണ്. സോ 2 ഇൻറ്റു 0.05 ഡിവൈഡ് ബൈ പെർ കിലോമീറ്റർ ആൻഡ് ഡിവൈഡ് ബൈ 1000 വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10⁻⁻4 ഓം. ഓക്കെ, ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബേസിസിലാണ് കാൽക്കുലേഷൻ കാര്യങ്ങളും ചെയ്യേണ്ടത്. സംഭവം എളുപ്പമാണ്, ജസ്റ്റ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയും ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നിൻ്റെയും ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇവിടെ തന്നിട്ട് ഒരു കാര്യം കൂടി തന്നിട്ട് അതും കൂടി ഇവിടെ എഴുതിയേക്കാൻ വേണമെങ്കിൽ ബി സി തന്നിട്ടുണ്ടല്ലോ. എത്രയും തന്നിട്ടുണ്ട്? 220 വോൾട്ടാണ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ കാൽക്കുലേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം. ഓക്കെ, സോ ഇനി ഇവിടെ സിമ്പിൾ ലോജിക്കാണ്, പ്രത്യേകിച്ച് വലുതായിട്ട് ആലോചിക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ വി സിയിലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എയിൽ നിന്ന് നമ്മൾ ഇത്രയും ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടിയതാണ്. അപ്പോൾ വി എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വി സിയിലത്തെ വോൾട്ടേജ് പ്ലസ് ഈ ഡ്രോപ്പ് ചെയ്താൽ മതി. അതേപോലെ വി സിയിലത്തെ വോൾട്ടേജ് വി ബിയിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിന്റെ ഡ്രോപ്പ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 450 ആണെങ്കിൽ ബാക്കി 800 എത്തണമെങ്കിൽ എത്ര വരും? 350 വരുള്ളൂ. അപ്പോൾ 350 ഇത് കുറച്ചിട്ട് കിട്ടിയായിരുന്നാണ്. അപ്പോൾ അത് തിരിച്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ഈ വാല്യൂ അറിയാം, അതിൽ കൂടെ ഡ്രോപ്പ് ആഡ് ചെയ്യാം. ഈ വാല്യൂ അറിയാം, അതിൽ കൂടെ ഈ ഡ്രോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീഡിങ് കിട്ടും. അപ്പോൾ അത്ര തന്നെയാണ് ഇവിടെ ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് അറ്റ് feeding point A, that is VA equal to എന്താ? VC plus the voltage drop in section ഏതാ? AC. അത്ര ഇവിടെ ചെയ്യേണ്ട കാര്യം ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു വി സി തന്നിട്ടുണ്ട്
220 പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ എ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഐ ഹാഫ് ഐ ആർ എക്സ് സ്ക്വയർ അല്ലേ. സോ ഐ ആർ എക്സ് സ്ക്വയർ ബൈ 2 ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 220 പ്ലസ് ഐ തന്നിട്ടുണ്ട് 1.25, ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 10⁻⁻4, എക്സ് നമുക്കറിയാം 450. സോ 450 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി എയുടെ വാല്യൂ കിട്ടും. സോ വി എ വിൽ ഗെറ്റ് ഇറ്റ് ആസ് 232.65 വോൾട്ട്. ഇതേപോലെ നമുക്ക് ഏതും കാണാം, വി ബി കാണാം. വി ബി ഈക്വൽ ടു എന്ത് വരും, വി സി പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ സെക്ഷൻ ഏതാ ബി സി. അത്ര തന്നെയുള്ളൂ. അപ്പോൾ ജസ്റ്റ് അതവിടെ കൊടുക്കാന്ന് മാത്രം. സോ ദിസ് ഈസ് ഈക്വൽ ടു വി സി പ്ലസ് അതിൻ്റെ ഡ്രോപ്പ് എന്തായിരുന്നു ഐ ആർ, എക്സ് എന്നുള്ളത് എന്താവും എൽ മൈനസ് എക്സ് ആവും, എക്സ് സ്ക്വയർ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 220 പ്ലസ് 1.25 ഇൻറ്റു 10⁻⁻4 ഇൻറ്റു 350 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 227.65 വോൾട്ട്. ഓക്കെ, അപ്പോൾ അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്.